ഗോവിന്ദ ഹരിഗോവിന്ദ. കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകരായ ഭക്തജനങ്ങൾ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്ന നാമ മന്ത്രമാണ് ഹരിഗോവിന്ദ എന്നുള്ളത്. ഹരിഗോവിന്ദ നാമജപത്തിന് കൊട്ടിയൂർ തീർത്ഥാടനത്തിൽ ഇത്രയധികം പ്രാധാന്യം കൈവന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഗോവിന്ദ നാമത്തിന് വളരെ വിശേഷമായ അനവധി അർത്ഥതലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ദേവതയുടെ ക്ഷേത്രം ആണെങ്കിൽ തന്നെയും വിശേഷ അവസരങ്ങളിൽ ഗോവിന്ദനാമഘോഷണം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികവും സാധാരണവുമായ കാര്യമാണ്. ഇവിടെ അതുമാത്രമല്ല, കൊട്ടിയൂരില് ഗോവിന്ദ നാമം കൊണ്ട് സാമാന്യേന ലക്ഷ്യമാക്കുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ സജീവമായിട്ടുള്ള സാന്നിധ്യവും ഇടപെടലും അക്കരെ കൊട്ടിയൂരിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ള ഒരു പ്രാധാന്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. കൊട്ടിയൂർ ഉത്സവത്തിന്റെ പിന്നിലെ ഐതിഹ്യം ദക്ഷയാഗ കഥയുമായി ബന്ധപ്പെട്ടാണ് എന്നത് പ്രസിദ്ധമാണല്ലോ. ദക്ഷയാഗ കഥയിൽ ദക്ഷപ്രജാപതി നടത്തുന്ന യാഗം ശിവഭഗവാനെയും ശിവപത്നിയും സ്വന്തം മകളുമായ സതീദേവിയെയും ക്ഷണിക്കാതെ അവരെ ഒഴിവാക്കി ശിവഭഗവാനെ അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തനിക്ക് സ്വർഗലോകത്ത് വച്ച് ഒരു യജ്ഞവേദിയിൽ ഉണ്ടായ അപമാനത്തിന് പ്രതികാരം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ദക്ഷ പ്രജാപതി നടത്തിയ യാഗം. ആ ദക്ഷയാഗത്തിൽ അച്ഛന്റെ യാഗവേദികയിൽ മകൾക്ക് പോകാൻ ക്ഷണം വേണോ എന്ന ചിന്തയോടുകൂടി അച്ഛന് തന്നോടുള്ള അകൽച്ചയെക്കുറിച്ച് ചിന്തിക്കാതെ സ്നേഹ ഭാവന മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് യാഗവേദിയിലേക്ക് പോകാൻ ശിവഭഗവാനോട് അനുമതി ചോദിക്കുകയും ഭഗവാൻ അനുമതി നൽകാതെ ഇരിക്കുന്ന സമയത്ത് ദേവി ശാഠ്യം പിടിക്കുന്നതിനെ തുടർന്ന് ഒരുമിച്ച് പോവുക എന്ന ദേവിയുടെ താല്പര്യത്തോട് യോജിക്കുന്നില്ലെങ്കിലും ദേവിക്ക് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്താതെ, ദേവിയെ വിലക്കാതെ പോകാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള അപമാനം ഉണ്ടാകാതിരിക്കണം എന്നുള്ള ഒരു അപമാനിക്കപ്പെടുമെന്ന കാര്യം മുൻകൂട്ടി ഭഗവാൻ സൂചിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ദേവി അത് ഗൗരവമായി എടുക്കാതെ ആ യാഗവേദിയിലേക്ക് പോകുന്നത്. അച്ഛന്റെ അടുത്തേക്ക്, അമ്മയുടെ അടുത്തേക്ക്, സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്ന സതീദേവിയെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ആ ദക്ഷയാഗ വേദികയിൽ എത്തിയപ്പോൾ സതീദേവി ദക്ഷപ്രജാപതിയുടെ കടുത്ത ശകാരവാക്കുകൾക്കിടയാവുകയും താൻ അപമാനിതയായി എന്ന് ദേവി മനസ്സിലാക്കുകയും അപമാനത്തോടെ കൈലാസത്തിലേക്ക്, ഭഗവത് സന്നിധിയിലേക്ക്, കർത്തൃസവിധത്തിലേക്ക് തിരിച്ചെത്തുന്നത് അഭിലഷണീയമല്ല എന്ന ചിന്തയോടുകൂടി ദേവി ആ യാഗവേദികയിൽ ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു. ഇതാണ് കഥ. ദേവി ദേഹത്യാഗം ചെയ്ത സ്ഥാനമാണത്രേ അമ്മ മറഞ്ഞ കല്ല്, ഉമ്മാറക്കൽ എന്ന അക്കരെ കൊട്ടിയൂരിലെ ശക്തി സ്ഥാനം. ജഗദംബികയായ ദേവി
ദക്ഷയാഗവേദികയിൽ ദേഹത്യാഗം ചെയ്ത വിവരം ഭൂതഗണങ്ങളിൽ നിന്ന് അറിഞ്ഞതിനെ തുടർന്ന് ശിവഭഗവാൻ ഉഗ്ര കോപിഷ്ഠനായി തീരുകയും ആ ഭഗവാൻ തന്റെ ജഡമുടി ആഞ്ഞ് നിലത്തടിച്ച് ആ ശിവകോപത്തിൽ നിന്ന് ഭഗവാന്റെ കത്തിജ്വലിക്കുന്ന നേത്രങ്ങൾ, ഭഗവാന്റെ ആ ക്രോധം, ആ ശിവക്രോധത്തിൽ നിന്നാണ് വീരഭദ്രനും ഭദ്രകാളിയും ആവിർഭവിക്കുന്നത്. വീരഭദ്രനും ഭദ്രകാളിയും ശിവഭൂതങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ആ യാഗവേദിയിലെത്തുകയും ദക്ഷന്റെ ശിരസറുത്ത് ആ യാഗം തകർക്കുകയും ചെയ്യാണ്. അങ്ങനെയാണ് ഭഗവാൻ ദക്ഷാധ്വര നാശകനായി തീരുന്നത്. അധ്വരം എന്ന യാഗം, ദക്ഷന്റെ അധ്വരത്തെ, യാഗത്തെ തകർക്കുന്നു. കൊട്ടിയൂരിന്റെ ഐതിഹ്യം അനുസരിച്ച് ദക്ഷ ശിരസറുത്ത വാള് വീരഭദ്രൻ വലിച്ചെറിഞ്ഞതാണത്രേ വയനാട് ജില്ലയിലെ മുതിരേരി കാവിൽ നിന്ന് എല്ലാ വർഷവും ഉത്സവ സമാരംഭ വേളയിൽ എഴുന്നള്ളിച്ചെത്തിക്കുന്ന ആ മുതിരേരി വാൾ. അതുപോലെ ദക്ഷയാഗത്തില് മാർഗദർശകനായിരുന്ന ഭൃഗുമുനി ദക്ഷപ്രജാപതി സതീദേവിയെ അധിക്ഷേപിച്ച സമയത്ത് താടി തടവി ചിരിച്ചു. തിന്മ ചെയ്യുന്ന ആളെ പ്രോത്സാഹിപ്പിക്കുന്നവരും തിന്മ ചെയ്യുകയാണ് എന്ന നിലയില് ദക്ഷനെ ആ സമയത്ത് പ്രോത്സാഹിപ്പിച്ച സതീദേവിയെ ദക്ഷപ്രജാപതി അധിക്ഷേപിച്ച സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ശിവഭൂതങ്ങള് ശിക്ഷ, പണിഷ്മെന്റ് നൽകി. നോക്കി ചിരിച്ച പൂഷാവിന്റെ ഭഗന്റെ നേത്രങ്ങൾ പിഴുതെടുത്തു. ഭഗ നേത്രങ്ങൾ പിഴുതെടുത്തു. പല്ലിളിച്ച് ചിരിച്ച പൂഷാവിന്റെ പല്ലുകൾ അടിച്ചു കുഴിച്ചു. ഭഗവാനെ പൂഷദന്തവിധേ നമ എന്ന് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. പൂഷാവിന്റെ പല്ലുകൾ അടിച്ചു കുഴിച്ചു. അതുപോലെ ഭൃഗു മഹർഷിയുടെ താടി പിഴുതെടുത്തു. ഇതെല്ലാം ശിവഭൂതങ്ങളാണ് ചെയ്യുന്നത്. വീരഭദ്രനും സഹായികളുമാണ് ചെയ്യുന്നത്. അതിന്റെ അതോറിറ്റി ശിവഭഗവാൻ ആയതുകൊണ്ട് ഈ നാമങ്ങളൊക്കെ ശിവഭഗവാനെ സ്തുതിക്കുന്ന നാമങ്ങളായി ഭവിച്ചു. ദക്ഷാധ്വര നാശകനും ഒക്കെയായി ഭഗവാൻ ഭവിച്ചു. അങ്ങനെയുള്ള ആ ദക്ഷയാഗ വേദിക, സതീദേവി ദേഹത്യാഗം ചെയ്ത വേദി, ആ യാഗവേദിയിലാണ് ത്രിമൂർത്തികളും സാന്നിധ്യം ചെയ്തത്. കാരണം വീരഭദ്രൻ ദക്ഷശിരസ് അറുത്തു കഴിഞ്ഞപ്പോ ഒരു പ്രശ്നം അവിടെ ഉത്ഭവിച്ചു. ദക്ഷയാഗം മുടങ്ങി. ദക്ഷൻ ശിവഭഗവാനെ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യാഗം ചെയ്തതെങ്കിലും യാഗത്തിന് പൊതുവായ ഒരു സങ്കല്പമുണ്ട്. അതനുസരിച്ച് യാഗം മുടങ്ങുന്നത് ലോകത്തിന് ഹിതകരമല്ല. യാഗം മുഴുമിപ്പിക്കണം. യാഗം മുഴുമിപ്പിക്കണമെങ്കിലോ യാഗ യജമാനായ ദക്ഷൻ ജീവനോടെ ഉണ്ടാവണം. ദക്ഷന്റെ തല അറുത്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ ദക്ഷ പ്രജാപതിയുടെ കബന്ധത്തില്, തല നഷ്ടപ്പെട്ട ശരീരത്തില് ബ്രഹ്മദേവൻ ആട്ടിൻതല വെച്ച് ദക്ഷന് പുനർജന്മം നൽകി എന്നാണ് പറയുന്നത്. ഇവിടെ അഹങ്കാരത്തിന്റെ ദക്ഷശിരസാണ് ഛേദിക്കപ്പെട്ടതെങ്കിൽ വിനയത്തിന്റെ ശിരസ് അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്ത് വിനയത്തെ സംസ്ഥാപനം ചെയ്തു. അങ്ങനെ അജമുഖ ദക്ഷൻ, ആടിന്റെ തലയോടുകൂടിയ ദക്ഷൻ ആ യാഗം പൂർത്തീകരിച്ചു എന്നാണ് കഥ. അപ്പൊ പല്ല് നഷ്ടപ്പെട്ടവർക്ക് പല്ല്, താടി നഷ്ടപ്പെട്ടവർക്ക് താടി, കണ്ണ് നഷ്ടപ്പെട്ടവർക്ക് കണ്ണ്, എല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുത്തു. പക്ഷേ ഒരു പ്രശ്നത്തിന് മാത്രം പരിഹാരം ഉണ്ടായില്ല. സതീദേവി ദേഹത്യാഗം ചെയ്തു. ആ ഭഗവാൻ സതീ വിയോഗത്തില് തപിച്ച് സതീദേവിയുടെ ദേഹം ഇരു കൈകളിലായിട്ട് കോരിയെടുത്തുകൊണ്ട് ആ ഭഗവാൻ നടനമാടുകയാണ്. ശിവതാണ്ഡവം. രാക്ഷസ രാജാവായ രാവണൻ, രാമായണത്തിലെ പ്രതിനായകനായ ശിവഭക്തനും കവിയും ഗായകനുമായ രാവണൻ ശിവ താണ്ഡവ സ്തോത്രത്തിലൂടെ ആ ഉജ്ജ്വലമായ രംഗത്തെ വർണ്ണിക്കുന്നുണ്ട്.
ജടാടവീഹളജ്ജല പ്രവാഹ പാവിത സ്ഥലേ ഗളേവലംബലിംബ്യതാം ഭുജംഗതുംഗമാലികാം ഡമഡ്ഡമഡ്ഡമഡ്ഡമഡ്ഡമന്യനാദമഡ്ഡമഡ്ഡമർവയം ചകാര ചണ്ഡതാണ്ഡവം തനൂതുന ശിവശിവം എന്നിങ്ങനെ രാക്ഷസരാജാവായ രാവണനാൽ സ്തുതിക്കപ്പെടുന്ന ശിവൻ ആ ഘോരമായ ആ താണ്ഡവത്തിൽ നിന്ന്, ആ സതീവിരഹതപ്തമായ ആ ഭാവത്തിൽ നിന്ന് ഭഗവാനെ മുക്തനാക്കുന്നത് ഗരുഡാരൂഢനായിട്ട് അവിടെ സാന്നിധ്യം ചെയ്യുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ്. വിഷ്ണു ഭഗവാൻ തന്റെ അസ്ത്രപ്രയോഗത്താൽ സതീദേഹത്തെ ഛേദിച്ച് ഭാരതഭൂമിയുടെ വിഭിന്ന ഭാഗങ്ങളിലായിട്ട് ആ ശരീരഖണ്ഡങ്ങൾ ചെന്ന് പതിച്ചു. അവയാണ് ശക്തിസ്ഥലികളായിട്ട്, ശക്തിപീഠങ്ങളായിട്ട് ഭവിച്ചത്. അങ്ങനെ ചിന്തിച്ചാൽ സിദ്ധങ്ങളായിട്ടുള്ള ദേവീ സ്ഥാനങ്ങളായ ശക്തിപീഠങ്ങളുടെ പ്രഭവസ്ഥാനമാണ് അക്കരെ കൊട്ടിയൂരിലെ അമ്മാറക്കൽ തറ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജഗദംബികയായ ദേവിയുടെ ചൈതന്യധന്യങ്ങളായിട്ടുള്ള ശക്തിസ്ഥാനങ്ങളുടെ പ്രഭവസ്ഥാനം അമ്മാറക്കൽ തറ. ആ സതീവിരഹ തപ്തനായി നിലകൊള്ളുന്ന ആ ശിവഭഗവാനെ സാന്ത്വനിപ്പിക്കുന്നത് വിഷ്ണുവാണ്. വിഷ്ണു ഭഗവാൻ ശിവനെ ആലിംഗനം ചെയ്ത് സാന്ത്വനിപ്പിക്കുന്ന ആ ദിവ്യമായ ധന്യമായ മുഹൂർത്തത്തിന്റെ ആവിഷ്കാരമായിട്ടാണ് അക്കരെ കൊട്ടിയൂരിലെ പ്രസിദ്ധമായിട്ടുള്ള ആലിംഗന പുഷ്പാഞ്ജലി, രോഹിണി ആരാധനാമാളിലെ ആലിംഗന പുഷ്പാഞ്ജലി എന്ന ഘടന. ഇവിടെ നമുക്ക് കാണാൻ കഴിയും വിഷ്ണു ഭഗവാന്റെ ആ വിശേഷമായ സാന്നിധ്യം. ഉഗ്രകോപിഷ്ഠനായ ശിവനാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ആ സ്വയംഭൂ സങ്കേതം കുറ്റപ്പിലാൻ അമ്പുരച്ച സമയത്ത് കാട്ടിലൂടെ വേട്ടയാടി നടന്ന വനവേടൻ തന്റെ അമ്പിന് മൂർച്ച കൂട്ടാൻ താൻ മുന്നിൽ കണ്ട ശിലയിൽ അമ്പുരച്ചപ്പോൾ ഉണ്ടായ രക്തപ്രവാഹത്തിൽ നിന്നാണ് ഈ ഭഗവത് സാന്നിധ്യത്തെ ആധുനിക സമൂഹം കണ്ടെത്തി. തുടർന്ന് നടന്ന അന്വേഷണത്തിലും ചിന്തയിലുമാണ് ഇത് രക്ഷയാഗ വേദികയാണ് എന്ന് തിരിച്ചറിഞ്ഞത്. അപ്പൊ ആ അമ്പുരച്ചപ്പോൾ ഉണ്ടായ രക്തപ്രവാഹം അത് സതീവിരഹതപ്തനായ ശിവഭഗവാന്റെ സാന്നിധ്യം. ഉഗ്രകോപിഷ്ഠനും വിരഹതപ്തനുമാണ് ഭഗവാൻ. ആ ഭഗവാന്റെ സന്നിധിയിലേക്ക് സമീപിക്കുമ്പോൾ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്തിക്കൊണ്ട് അനുഗ്രഹദാതാവായി, ശിവ ക്രോധത്തെ ശമിപ്പിക്കുന്നവനായി, ഭക്താനുഗ്രഹദായകനായി നിലകൊള്ളുന്ന ആ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യത്തെ ഉദ്ഘോഷണം ചെയ്തുകൊണ്ടാണ് ഭക്തജനങ്ങൾ ആ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഗോവിന്ദ ഹരിഗോവിന്ദ എന്ന നാമഘോഷണത്തോടെയാണ് തീർത്ഥാടക ലക്ഷങ്ങൾ അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഗോവിന്ദ ഹരിഗോവിന്ദ.